വീണ്ടും വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തിരുവനന്തപുരത്തേക്കാണ്. പൂവച്ചലിൽ തെരുവുനായ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. വയോധികരെ അടക്കമാണ് നായ കടിച്ചത്. നായയെ നാട്ടുകാർ അടിച്ചുകൊന്നു. പൂവച്ചൽ പഞ്ചായത്തിലെ 3 വാർഡുകളിലായിരുന്നു ആക്രമണം. വളർത്തുനായകളെയും കോഴികളെയും നായ ആക്രമിച്ചിരുന്നു. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരി, ഈ ആശങ്ക എന്ന് പറയുന്നത് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട്? 12 പേർക്കാണല്ലോ. ശ്രുതി, തീർച്ചയായിട്ടും 12 പേർക്കാണ്. 2 ദിവസം തുടർച്ചയായിട്ടാണ് ഈ നായയുടെ ആക്രമണം പൂവച്ചൽ പഞ്ചായത്തിലെ 3 വാർഡുകളിലായിട്ടുണ്ടായത്. മിനിഞ്ഞാന്ന് വൈകുന്നേരം തുടങ്ങിയ ആക്രമണമാണ്. ഇന്നലെ പകലടക്കം അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇത്തരത്തിലുണ്ടായ ആക്രമണത്തിൽ 12 പേർക്കാണ് പരിക്കേറ്റത്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 3 പേർക്ക്, ഒപ്പം തന്നെ 12 വയസ്സുള്ള ഒരു കുട്ടിക്കടക്കം നായയുടെ ആക്രമണത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു. മുഖത്തടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. കൈകാലുകളിലും പരിക്കുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് രാവിലെയോടുകൂടി ഈ നായയെ തെരഞ്ഞുപിടിച്ച് നാട്ടുകാർ അടിച്ചു കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നായയുടെ ജഡം അത് പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിനും പോസ്റ്റ്മോർട്ടത്തിനും വേണ്ടി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് പാലോട്ടുള്ള കേന്ദ്രമാണ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശോധന കഴിഞ്ഞ ശേഷം മാത്രമേ പേവിഷബാധ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ കാണിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പരിശോധനയിലേക്ക് അയച്ചു വിട്ടത്. നായയെ പിടികൂടാൻ ഏകദേശം 15ഓളം പേരടങ്ങുന്ന യുവാക്കളുടെ സംഘം ഇന്നലെ മുതൽക്ക് തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് നായയെ കണ്ടെത്തിയതും അടിച്ചു കൊന്നതും. ഒപ്പം തന്നെ ഈ നായയെ കണ്ടുപിടിക്കാൻ വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടുള്ള യുവാക്കൾക്ക് മുൻകരുതൽ എന്ന നിലയിൽ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് കൂടുതലും തെരുവുനായ്ക്കൾ ഈ സമീപകാലത്തായി കൂടി വരുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരും ചേർന്ന നിവേദനം പഞ്ചായത്തിലടക്കം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നായയുടെ ജഡം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പം തന്നെ പേവിഷബാധയുടെ പരിശോധനാ ഫലവും അടക്കം പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും മറ്റു കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണമൊക്കെ ഉണ്ടാവുക. ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.